തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. പടവൂർ ഗവൺമെന്റ് LPSലെ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. വീടിന് മുന്നിൽ കുട്ടിയെ ഇറക്കി ബസ് മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, അതിദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്ത് നടപടിയിലേക്കാണ് കടന്നത്? അമൃത, ഈ അപകടം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരം മടവൂര് വീടിന് തൊട്ടു മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:00 കൂടിയാണ് ഈ അപകടം. ഇന്ന് വൈകിട്ട് രാവിലെ സ്കൂളിലേക്ക് പോയ 7 വയസ്സുള്ള കുട്ടി സ്കൂൾ വിട്ട് തിരികെ വരുന്ന വഴിക്ക് വീട്ടിലേക്ക് കയറി പോകുന്നതിന് തൊട്ട് മുൻപാണ് അപകടം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ മരിച്ച കൃഷ്ണേന്ദുവിൻ്റെ വീട്. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി പോകാനായിട്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് കൃഷ്ണേന്ദു സ്കൂൾ ബസ്സിൽ വന്നിറങ്ങുന്നത്. ഇവിടെ സാധാരണഗതിയിൽ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങുന്ന കൃഷ്ണേന്ദു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കൃഷ്ണേന്ദു വീട്ടിലേക്ക് കയറി പോകുന്നതിന് മുൻപ് ഇവിടുന്ന് ഈ റോഡ് മുറിച്ച് കടന്നുകൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. ആ ശ്രമിക്കുന്നതിനിടെയാണ് ബസ് മുന്നോട്ടെടുത്തപ്പോൾ കൃഷ്ണേന്ദുവിൻ്റെ ശരീരത്തിലൂടെ ഈ വാഹനം കയറി ഇറങ്ങിയത്. ബസ്സിൻ്റെ 2 ചക്രങ്ങളും കൃഷ്ണേന്ദുവിൻ്റെ തലയിലൂടെ കയറി ഇറങ്ങി എന്നുള്ള കാര്യമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് കുറച്ച് നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് കൃഷ്ണേന്ദുവിനെ ഈ അപകട സ്ഥലത്ത് നിന്ന് വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ അപകടം നടക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ സംഭവിച്ചത്? കുട്ടിയെ വണ്ടിയിൽ നിന്ന് ഇറക്കി വണ്ടിക്കകത്ത് കയറി. കുട്ടി ഒറ്റ ഓട്ടം ഓടി, വണ്ടി ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്ത് ഓടി, വണ്ടി തട്ടി വീഴാണ് ചെയ്തത്. മുകളിൽ കൂടെ കയറി ഇറങ്ങണ ചെയ്തത്. ബസ് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ നിന്ന് വരുന്ന ബസ് കൃഷ്ണേന്ദു ഇവിടെ ഇറങ്ങുന്നു, വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം കുട്ടി വന്ന് ഇറങ്ങിയിട്ട് എന്താണ് ചെയ്തത്? ഫ്രണ്ടിലോട്ട് വണ്ടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഓടിയാണ് ചെയ്തത്. ഞാൻ കാണുന്ന ഓടുന്നു, വണ്ടി തട്ടി വീഴുന്നു, കയറി ഇറങ്ങുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അവിടെ നിൽക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞാൻ അവിടെ പണിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം കുട്ടി വന്ന് വണ്ടി ഇറങ്ങി, ബസ് മുമ്പോട്ട് എടുത്തപ്പോഴത്തേക്കും ഏത് മുമ്പിലാണ് വീണത് അതോ നടുക്കായിട്ടാണോ വീണത്? അല്ല, വണ്ടി ഫ്രണ്ടിൽ കൂടെ ഓടുമ്പോൾ വണ്ടി തട്ടി വീഴുന്നത് ഞാൻ കാണുന്നത്. തട്ടി വീണു, കയറി ഇറങ്ങുന്നു. അപ്പം തന്നെ വന്ന് ആംബുലൻസ് വിളിച്ചു കൊണ്ട് ഞാനും എടുത്ത് ചട്ടം കൂടെയാണ് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ. മരിച്ചെന്ന് പറയുന്നത് അവിടെ ചെന്ന്. ഈ കുഞ്ഞിൻ്റെ കൂടെ സഹോദരൻ ഉണ്ടായിരുന്നോ? വേറെ ഇവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. നമ്മൾ 2 കൂടെ കൊണ്ടുപോകണം. കൊണ്ടുപോയപ്പോഴത്തേക്കും മരണപ്പെട്ടിരുന്നു അല്ലേ? കൈയൊക്കെ നല്ല തണുത്ത് വിറച്ചിട്ടുണ്ടായിരുന്നു, കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. മാനസികാവസ്ഥ മനസ്സിലാകും. പക്ഷേ അമൃത, അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം ഈ ഒരു തീർത്തും ഗ്രാമപ്രദേശമാണ്, ചെറിയൊരു വഴിയാണ്. ഈ വഴിയുടെ ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് പിന്നിലൂടെ, അതായത് എനിക്ക് പിന്നിൽ ഈ ഭാഗത്തു നിന്നാണ് വാഹനം വരുന്നത്. ഈ മുകളിലൂടെ സ്കൂൾ ബസ് വരുന്നു. ഈ സ്കൂൾ ബസ് വന്നിറങ്ങി സാധാരണഗതിയിൽ വീടിൻ്റെ ഇവിടുന്ന് ഏതാണ്ട് 10 മീറ്റർ ദൂരമല്ല, വളരെ കുറച്ച് ദൂരം മാത്രമാണ് കൃഷ്ണേന്ദുവിൻ്റെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ ഈ അകത്തേക്ക് കൃഷ്ണേന്ദു സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് കയറി പോകുന്ന കൃഷ്ണേന്ദു ഇന്നിപ്പോൾ ബസ്സിൽ നിന്നിറങ്ങി ഇവിടുന്ന് നേരെ ഈ ബസ്സിൻ്റെ മുമ്പിലൂടെ മുറിച്ച് കടന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഈ ബസ് ഇടിച്ച് നിലത്തേക്ക് വീഴുകയാണ് ചെയ്തത്. ഈ കാണുന്ന സ്ഥലത്താണ് കൃഷ്ണേന്ദു വീണ് കിടന്നിരുന്നത്. ഇവിടെ വെച്ചാണ് കൃഷ്ണേന്ദുവിനെ ഇവിടെ ഉണ്ടായിരുന്ന 2 പേർ ചേർന്ന് ഉടൻ തന്നെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. പിന്നീട് അവിടുന്ന് ഇപ്പോൾ കൃഷ്ണേന്ദുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബസ്സും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 7 വയസ്സുകാരിയാണ്. മടവൂർ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അല്ലേ ഷിജോ? അമൃത, ഈ സംഭവത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ, കാരണം ഈ കുഞ്ഞുകുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് മുമ്പോട്ട് പോയപ്പോൾ ഇടിച്ചതാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ ബസ്സിലെ ആയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായി വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അടിയന്തരമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തരമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ സംസ്കാര സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരും. നാട്ടുകാരെല്ലാവരും ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അമൃത. ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.